Hi, dear students. Next topic is constructing a frequency distribution from a data set. We have given a data, we have to make it as a table. എങ്ങനെയാണ് തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത്. ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ ലോകത്തിലെ ഏറ്റവും ടോപ്പ് 50 റിച്ചസ്റ്റ് പീപ്പിളിന്റെ റിച്ചസ്റ്റ് ആയിട്ടുള്ള ടോപ്പ് 50 ആളുകളുടെ ഏജസ് ആണ് ഈ തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഏജ് എന്ന് പറഞ്ഞാൽ ഇതാ 35 മുതൽ 89 വരെ ഉണ്ട്. പക്ഷെ ഈ ഡാറ്റിനെ കുറിച്ച്, അതായത് ടോപ്പ് റിച്ചസ്റ്റ് പീപ്പിൾ, അതിൽ ഇത്ര ആളുകൾ ഇത്ര ഇതിനുള്ളിലാ വരുന്നത് എന്നുള്ളത് പോലെ ഈ ഡാറ്റ അത് ശരിക്കും ഒരു റോ ഡാറ്റയാണ്. ഇതിനെ ഓർഗനൈസ്ഡ് ആക്കണം. അപ്പൊ ഇതിനൊരു ടേബിൾ ആക്കി മാറ്റിയത് നമുക്ക് നോക്കാം. ഈ ഡാറ്റ ടേബിൾ റെപ്രസെന്റേഷനിൽ കൊടുത്തിട്ടാണ്. നെക്സ്റ്റ് ഇങ്ങനെ നമുക്ക് 35 മുതൽ 89 വരെയാണല്ലോ ഏജ്. അപ്പൊ ഈ ആളുകളെ നമ്മള് ക്ലാസ്സുകളായി തിരിച്ചു. 35 മുതൽ 41 വരെ ഏജ് ഉള്ള എത്ര പേരുണ്ട്? 35 മുതൽ 41 വരെ ഏജ് ഉള്ള ഈ 2 പേര് മാത്രമേ ഉള്ളൂ, അല്ലേ? അതേപോലെ 42 മുതൽ 48 വരെ ഏജ് ഉള്ള എത്ര പേരുണ്ട്? 5 പേരുണ്ട്. 49 മുതൽ 55 വരെയോ 7 പേരുണ്ട്. അങ്ങനെ നമ്മള് ഓരോ ഏജ് ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിച്ചാല് ഇതിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഈ ടേബിൾ വെച്ച് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങള് ക്ലിയർ ആവും. അല്ലെങ്കിൽ ഇവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതിൽ നിന്ന് കണ്ടോ, ഏറ്റവും റിച്ചസ്റ്റ് പീപ്പിൾ, ഏറ്റവും കൂടുതൽ ആളുകള് ഈ 63-69 ഏജ് ഗ്രൂപ്പിലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇത് കണ്ടോ, 49-83 ഇടയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ. അങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് കുറെ ഒബ്സർവേഷൻസ് പറയാൻ കഴിയും. അപ്പൊ ഇങ്ങനെ ഒരു ടേബിൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തു, അല്ലെങ്കിൽ ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഈ ടേബിൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ ഈ ടോപ്പിക് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലൊരു ടേബിള് കൺസ്ട്രക്ട് ചെയ്യാൻ. ആദ്യം നമ്മൾ പറയുന്നത് എന്താണ് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ടേബിൾ, നമ്മൾ കണ്ടല്ലോ അല്ലെ, ദാറ്റ് ഷോസ് ക്ലാസസ് ഓർ ഇന്റർവെൽസ് ഓഫ് ഡാറ്റ എൻട്രീസ് വിത്ത് എ count of the number of entries in each class. The frequency f of a class is the number of data entries in the class. That is, here first class is 3541. The respective frequency, that is number of entries coming in this range, അതിനാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓരോ ക്ലാസ്സിനും നേരെ റെസ്പെക്റ്റീവ് ഫ്രീക്വൻസി ഉണ്ടാവും. This called a frequency distribution or frequency table എന്നും പറയാറുണ്ട്. അപ്പൊ ഇങ്ങനൊരു നമുക്കൊരു ഡാറ്റ സെറ്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഫ്രീക്വൻസി ടേബിൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ള അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യം നമ്മളുടെ ടേബിളിൽ എത്ര ക്ലാസ് വേണം എന്ന് തീരുമാനിക്കണം. അപ്പൊ പല പ്രോബ്ലത്തിലും നമ്മളോട് ഇത്ര ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്ന് പറയും. ഇനി അഥവാ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ 5 മുതൽ 20 വരെ ക്ലാസ്സുകളെ പാടുള്ളൂ. അതായത് 20-നേക്കാളും കൂടുതൽ ക്ലാസ്സുകൾ ഉണ്ടായാൽ നമുക്ക് ആ ക്ലാസ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്പർ ഓഫ് ക്ലാസ്സസ് മസ്റ്റ് ബി ബിറ്റ്വീൻ 5 and 20. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ നമ്പർ ഓഫ് ക്ലാസ് ഡിസൈഡ് ചെയ്യാണ് നമ്മൾ ആദ്യം ചെയ്യുക. എത്ര ക്ലാസ് വേണം, അത് ചിലപ്പോ പല പ്രോബ്ലത്തിലും ഓൾറെഡി തന്നിട്ടുണ്ടാവും ഇത്ര ക്ലാസ് ആവണം. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എത്ര ക്ലാസ് വേണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫൈൻഡ് ദ ക്ലാസ് വിഡ്ത്ത്.
അതായത് ഇവിടെ നമ്മള് 35 മുതൽ 41 വരെ എന്നുള്ളതാണ് തീരുമാനിച്ചത് അല്ലെ ഫസ്റ്റ് ക്ലാസ്സിൽ. എങ്ങനെയാണ് ആ 35-ൽ തുടങ്ങി 41 എന്നുള്ളത് എടുത്ത്? അതാണ് സെക്കൻഡ്. ഫൈൻഡ് ദ ക്ലാസ് വിഡ്ത്ത്. ക്ലാസ് വിഡ്ത്ത് കാണാന് നമ്മൾ റേഞ്ച് ഓഫ് ദി ഡാറ്റ കാണണം. എന്താണ് റേഞ്ച് ഓഫ് ദി ഡാറ്റ? റേഞ്ച് ഓഫ് ദ ഡാറ്റ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ the smallest value and the largest value. For example, in this table, range is 89 minus 35. And 89 is the biggest value and 35 is the smallest value. So biggest value, smallest value കുറച്ചാ കിട്ടുന്ന നമ്പറിനാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മള് റേഞ്ച് ഓഫ് ദി നമ്മളെ സ്റ്റെപ്പ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം റേഞ്ച് ഓഫ് ദി ഡാറ്റ ഡിറ്റർമിൻ ചെയ്യും. റേഞ്ച് ഓഫ് ഡാറ്റിനെ നമ്പർ ഓഫ് ക്ലാസ്സസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും, റൗണ്ട് ടു ദ നെക്സ്റ്റ് കൺവീനിയന്റ് നമ്പർ. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ടോപ്പ് റിച്ചസ്റ്റ് പീപ്പിളിന്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആവശ്യമുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാല് ഈ ക്ലാസ് സൈസ് തീരുമാനിക്കാന് നോക്കുക, റേഞ്ച് കണ്ടു. റേഞ്ച് ഈക്വൽ ടു 89 മൈനസ് 35 എന്ന് പറഞ്ഞാല് 89 മൈനസ് 5 എന്ന് പറഞ്ഞാല് 84. 54 ആണ് റേഞ്ച് കിട്ടുക. റൈറ്റ്? നമ്മൾ എത്ര ക്ലാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 8 ക്ലാസ് അല്ലേ? അപ്പൊ 54 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടുക? 54 ഡിവൈഡ് ബൈ 8 കാൽക്കുലേറ്റ് ചെയ്ത 6.75 ആണ് വരിക. അപ്പോ ഡെസിമൽ വന്ന എന്താ ചെയ്യുക? അപ്പൊ നമ്മൾ വീണ്ടും അതിലേക്ക് പോവാ. ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് ക്ലാസ് വിഡ്ത്ത് ആസ് ഫോളോസ്. ഡിറ്റർമിൻ ദ റേഞ്ച് ഓഫ് ദി ഡാറ്റ നമ്മൾ കണ്ടു. Divide the range by number of classes and round up to the next convenient number. Okay, decimal വന്നാൽ എന്ത് ചെയ്യണം? ഇതിനെ തൊട്ടടുത്ത കൺവീനിയന്റ് നമ്പറിലേക്ക് റൗണ്ട് ചെയ്യണം. അപ്പൊ 6.75 നമുക്ക് കൺവീനിയന്റ് ആയിട്ട് എങ്ങോട്ട് റൗണ്ട് ചെയ്യാം? 7ലേക്ക് റൗണ്ട് ചെയ്യാം. അപ്പൊ 7ലേക്ക് റൗണ്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്താണ് കിട്ടിയത്? ഇതാണ് നമ്മളുടെ ക്ലാസ്. എങ്ങനെയാണ് ക്ലാസ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുക? റേഞ്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്ലാസ്സസ്. അപ്പൊ റേഞ്ചും നമ്പർ ഓഫ് ക്ലാസ്സും കിട്ടിയാല് നമ്മള് ഇനി ക്ലാസ് ഉണ്ടാക്കുന്ന വളരെയധികം ശ്രദ്ധിക്കണം. ക്ലാസ് ഉണ്ടാക്കാന് ആദ്യത്തെ ക്ലാസ് നമുക്ക് തുടങ്ങണല്ലോ. എവിടുന്നേലും തുടങ്ങാൻ നമ്മൾ ഏറ്റവും ലീസ്റ്റ് ഡാറ്റ ഏതാണ്? 35 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വളരെയധികം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ആദ്യം 35 എഴുതി. 35-ൽ നിന്ന് തൊട്ടടുത്ത് കിട്ടാനതിന്റെ മുമ്പ് നമ്മൾ ആദ്യം എഴുതി പോണ ലോവർ ക്ലാസ്സുകളാണ്. ലോവർ ക്ലാസ് കിട്ടണ അടുത്ത ക്ലാസ്സിന്റെ ലോവർ ക്ലാസ് നമുക്ക് ആദ്യം നമ്മൾ അതിന്റെ അപ്പർ ക്ലാസ് എഴുതണില്ല. ഫസ്റ്റ് ക്ലാസ് ഇന്റർവെലിന്റെ ലോവർ എൻഡ് എന്താണ്? നമ്മളുടെ ഏറ്റവും ലീസ്റ്റ് ഡാറ്റ. ഇനി ക്ലാസ് വിഡ്ത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്ര? 7. ഇതിനോട് 7 ആഡ് ചെയ്താൽ അടുത്ത ക്ലാസിന്റെ ലോവർ ക്ലാസ് കിട്ടും. വീണ്ടും 7 ആഡ് ചെയ്താൽ അടുത്ത ക്ലാസിന്റെ ലോവർ ക്ലാസ് കിട്ടും. ഇങ്ങനെ എല്ലാ ക്ലാസിന്റെയും ലോവർ ക്ലാസ്സുകൾ കാണാം. ഇത് നമുക്ക് എത്ര ക്ലാസ് അല്ലേ? 8 ക്ലാസിന്റെയും ലോവർ ക്ലാസ് ഇങ്ങനെ കാണാം. ഇനി അപ്പർ ക്ലാസ്സുകളോ? അപ്പർ ക്ലാസ്സുകൾ കാണാന് എന്താ ഇതാ ഈ രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ക്ലാസ് ഉണ്ടല്ലോ, എത്രയാണ്? 42. അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക. 42 1 സബ്ട്രാക്ട് ചെയ്ത് തന്നിട്ടും 41 കിട്ടും. ദിസ് ഇസ് ദ അപ്പർ ബൗണ്ട് ഓഫ് ദി ഫസ്റ്റ് ക്ലാസ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇതിനോട് നമ്മുടെ ക്ലാസ് സൈസ് വിഡ്ത്ത് എത്രയാണ്? 7. അത് ആഡ് ചെയ്താൽ അടുത്ത കിട്ടും, അടുത്ത കിട്ടും, അടുത്ത കിട്ടും, അടുത്ത കിട്ടും. അങ്ങനെ ആഡ് ചെയ്ത് 8ാമത്തെ ക്ലാസ്സിൽ എത്തുമ്പോൾ എത്ര കിട്ടും? 90. കൺഫേം ദാറ്റ് 90 നമ്മളുടെ എല്ലാ ഡാറ്റയും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഒന്നുകൂടി വെരിഫൈ ചെയ്യുക. കാരണം
35 to 90 ആണെന്നുള്ളത്. അപ്പോ ഇതാണ് നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ്. കഴിഞ്ഞിട്ട് ഇതാ ക്ലാസ് ലിമിറ്റ് കണ്ടു. Find the class limits. Class limits കാണാന് you can use the minimum data entry as the lower limit of the first class. You find the remaining lower limits. Add അടുത്ത lower limitകളാണ് ആദ്യം കാണുന്നത്. Add class width to lower limit of the preceding class. തൊട്ട് മുമ്പത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റിനോട് ക്ലാസ് വിഡ്ത്ത് ആഡ് ചെയ്ത് ലോവർ ലിമിറ്റ് കാണാം. അപ്പൊ ഇനി അപ്പർ ക്ലാസ് ലിമിറ്റ് കാണാം. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ സാധാരണ 35 to 41 ആണെങ്കിൽ 41 to 48 എന്തുകൊണ്ട് എഴുതിക്കൂടാ? അല്ലെങ്കിൽ 31 to 42, 42 to 48, 48 to 55 അങ്ങനെ എഴുതിക്കൂടാ? അങ്ങനെ എഴുതൂല. കാരണം അവർ ക്ലാസ്സസ് ഡു നോട്ട് ഇന്റർസെക്ട്. ഇപ്പൊ 41 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ n പോയിന്റ് കോമൺ ആയിട്ട് എഴുതാത്ത രീതിയിലാണ് നമ്മൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ടേബിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ നമ്മളുടെ ഐഡിയ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നോൺ ഓവർലാപ്പിംഗ് ഇന്റർവെൽസ് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ സെമ്മിൽ മുഴുവൻ നിങ്ങൾ ഇപ്പൊ കൊമേഴ്സ് സ്റ്റുഡൻസ് ഒക്കെ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഇന്റർവെൽ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അതല്ല ചെയ്യുന്നത്. ഓക്കെ, ക്ലാസ്സസ് കനോട്ട് ഓവർലാപ്പ്. അങ്ങനെ എല്ലാ ക്ലാസ്സുകളും കാണാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി അപ്പൊ നമ്മളുടെ ലെഫ്റ്റ് ടേബിൾ ഇനി റൈറ്റ് സൈഡ് ആവണല്ലോ. റൈറ്റ് സൈഡ് ആവണമെങ്കിൽ നമ്മൾ ടാലി മാർക്സ് ഉപയോഗിക്കുക. 35 to 41 നമുക്ക് ഡാറ്റ മാർക്ക് ചെയ്യാം. 35 to 41 1 2. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2 ടാലി മാർക്ക് കൊടുക്കും. 35 1 36. ഇനി അടുത്ത 42 to 48 42 1. ഇനി 43 44 46 47 അല്ലേ? എത്രട്ടാ? 5. അങ്ങനെ ടാലി മാർക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടേബിള് കൺസ്ട്രക്ട് ചെയ്യാം. നമുക്കൊരു പ്രോബ്ലം വെച്ചിട്ട് ഇതൊന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ടാലി മാർക്ക് കൗണ്ട് ചെയ്ത ഫ്രീക്വൻസി ടേബിള് കംപ്ലീറ്റ് ആവും. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഒന്നുകൂടി ചെയ്യാം. ഒരു എക്സാമ്പിള് എങ്ങനെ നോക്കാം. ഈ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ടേബിൾ ഉണ്ടാക്കേണ്ടത്. അപ്പൊ 30 പോർട്ടബിൾ GPS നാവിഗേറ്റേഴ്സ്, അതിന്റെ സാമ്പിൾ ഡാറ്റ സെറ്റ് ലിസ്റ്റ് ഓഫ് പ്രൈസസ് ആണ്. കൺസ്ട്രക്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ that has 7 classes. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഡാറ്റയെ 7 ക്ലാസ് ഉള്ള ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ലാക്കണം ഈ ഡാറ്റയെ. അപ്പൊ എങ്ങനെ ചെയ്യും? ആദ്യം നമ്മള് ഫൈൻഡ് ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് വാല്യൂസ്. നമുക്ക് ഡാറ്റ നേരത്തെ പോലെ അറേഞ്ച്ഡ് അല്ല ഇവിടെ. അപ്പൊ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് വാല്യൂസ്. അപ്പോൾ ഏതാണ് ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ, ഏതാണ് ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് പെട്ടെന്ന് പറഞ്ഞേ? അല്ലെ, 450 ആണ് ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ. സ്മോളസ്റ്റ് വാല്യൂ സ്മോളസ്റ്റ് വാല്യൂ ഈസ് 59 അല്ലെ? 59 ആണ് സ്മോളസ്റ്റ് വാല്യൂ. അപ്പൊ ആദ്യം നമ്മൾ കാണേണ്ടത് വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ദി ഡാറ്റ. റേഞ്ച് എന്താണ്? 450 minus 59 that is equal to 391. അപ്പൊ ഇനി നമുക്ക് ക്ലാസ് വിഡ്ത്ത് കിട്ടണല്ലോ. ക്ലാസ് വിഡ്ത്ത് കിട്ടാന് നമ്മള് 391. എത്ര ക്ലാസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്? 7 ക്ലാസ് അല്ലേ? അപ്പൊ റേഞ്ചിനെ നമുക്ക് ആവശ്യമുള്ള ക്ലാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ 55.86 ആണ്. 55.86നെ റൗണ്ട് ചെയ്ത് നമുക്ക് എഴുതാം 56 എഴുതാം. അപ്പൊ 56 ആയാല് നമ്മുടെ ടേബിള് ഉണ്ടാക്കാനുള്ള അവസ്ഥയിലെത്തി. നമുക്ക് എങ്ങനെ ടേബിൾ ഉണ്ടാക്കാൻ നോക്കാം.
നമുക്ക് ക്ലാസും ഫ്രീക്വൻസിയാണ് ആവശ്യം. ക്ലാസ്, ഫ്രീക്വൻസി. അപ്പോ ക്ലാസ്, ഫ്രീക്വൻസിയാണ് ആവശ്യം. അപ്പൊ ഫസ്റ്റ് ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ഏതാണ്? അവർ സ്മോളസ്റ്റ് ഡാറ്റ 59. 59 എഴുതിയിട്ട് നമ്മൾ അടുത്ത ലോവർ ലിമിറ്റ് ആണ് എഴുതാൻ പോകുന്നത്. ഇതിന്റെ അപ്പർ ലിമിറ്റ് അല്ല. നമ്മൾ 59 കൂടി 56 ആഡ് ചെയ്യുന്നു. 59 പ്ലസ് 56 എത്ര വരിക? 115. രണ്ടാമത്തെ ക്ലാസിന്റെ ലോവർ ക്ലാസ് കിട്ടി. ഇനി 11 ക്ലാസ് പ്ലസ് 56 എത്ര വരിക? 171. 171 പ്ലസ് 56 എത്ര വരിക? 227. 227 പ്ലസ് 56 എന്താണ് വരിക? 283. 280 പ്ലസ് അല്ലെ 283 പ്ലസ് 56 എത്രയാണ് വരിക? 339. 339 പ്ലസ് 56 എന്താ വരിക? 395. അപ്പോ 59 ടു ഇനി അപ്പർ ലിമിറ്റ് എഴുതാന് ഇതിനേക്കാളും നമുക്ക് ഈ ഡാറ്റയെക്കാളും ഒന്ന് കുറവായിരിക്കും ഇവിടെ. അപ്പൊ എന്താണ് വരിക? 114. അപ്പൊ ഇവിടെയും ഇവിടെ കിട്ടാൻ ഇതേ ഐഡിയ ഉപയോഗിക്കാം. ഇതിനോട് ശരിക്കും 56 ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനോട് 56 ആഡ് ചെയ്ത് അതാണ് കിട്ടുക. അപ്പൊ ഇതിനോട് 56 ആഡ് ചെയ്ത് അതിനേക്കാളൊന്ന് കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നേരിട്ട് എഴുതാം. 170. അതേപോലെ ഇവിടെ എന്തായിരിക്കും? 226. ഇവിടെ എന്തായിരിക്കും? 282. ഇവിടെ എന്തായിരിക്കും? 338. ഇവിടെ എന്തായിരിക്കും? 394. ഇവിടെ എന്തായിരിക്കും? 394 പ്ലസ് 56 എത്ര വരിക? 450. അപ്പൊ ഇതാണ് നമ്മളുടെ ഡാറ്റ. ഇനി നമുക്ക് ടാലി മാർക്ക് ഇടാം. ടാലി മാർക്ക് ഇടാൻ 59-നും 114-നും ഇടയിൽ ഏതൊക്കെ ഡാറ്റ ഉണ്ട്? നമ്മളൊന്ന് നോക്കാം. 59-നും 114-നും ഇടയിൽ 59 ആദ്യം 59-നെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് 2 ഡിജിറ്റ് മുഴുവൻ മാർക്ക് ചെയ്യാം അല്ലെ? ഒന്നായി ഫസ്റ്റ് റോയിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് ഓരോ റോയിൽ നോക്കിയാൽ മതി. 59-നും 114-നും ഇടയിലുള്ള വാല്യൂസ് ആണ്. ഇത് ഞാൻ അൺഡു ചെയ്യാണ്. ഫസ്റ്റ് റോയില് ഇതിന് 1 2 കഴിഞ്ഞു അല്ലെ? സെക്കൻഡ് റോയില് 3 കഴിഞ്ഞു അല്ലെ? 4 5. അപ്പൊ 5 ഓരോന്നും നമ്മൾ അവിടെ ഓരോന്ന് അവിടെ കാണുമ്പോ ഇവിടെ തന്നെ ടാലി മാർക്ക് ഇടാം. അപ്പൊ നമ്മളുടെ ഇതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എങ്ങനെ കിട്ടുക? 5 ആണ് കിട്ടുക. അതേപോലെ 115 to 170 കൂടി നോക്കാം. 115 to 170 ഉണ്ട്. അപ്പൊ 117 മുതൽ 115 മുതൽ 107 വരെയാണ്. 115-ന്റെ മുകളിൽ ഇതന്നെ ഉള്ളു ഇവിടെ ഈ ഡാറ്റ. പിന്നെ 115-നും 107-നും ഇടയിൽ 2, 115-നും 107-നും ഇടയിൽ 3, 115-നും 107-നും ഇടയിൽ 4, 5, 6, 7 കഴിഞ്ഞോ? 8 വരും. അപ്പൊ അങ്ങനെ ഓരോന്നിനും ടാലി മാർക്ക് ഇതാക്കാം. 1 2 3 4 5 6 7 8 8 അങ്ങനെ നമ്മൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത ഡാറ്റ ഇതേപോലെ 6 ആണ് വരിക. 1 2 3 നമ്മളങ്ങനെ ഓരോന്ന് നോക്കി ഇങ്ങനെ എണ്ണിയാൽ 6 ആണ് വരിക. അങ്ങനെ ഈ ടേബിള് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അടുത്തത്
5 ആണ് വരിക. അടുത്ത 2 ആണ് വരിക. 1 ആണ് വരിക. ലാസ്റ്റ് 3 ആണ് വരിക അല്ലെ. അപ്പൊ ഈ ടാലി മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ടാലി മാർക്ക് തന്നെ ചെയ്യണം എന്നല്ല. നമ്മൾ ശരിക്കും ഇവിടെ ഫസ്റ്റ് റോ നോക്കുന്നു. ഫസ്റ്റ് റോയില് 1 കാണുന്നു. അങ്ങനെ ഓരോന്ന് കാണുമ്പോൾ അവിടെ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ടാലി മാർക്ക് ഇടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോ 6, 5, 2, 1, 3. അപ്പൊ എത്ര ഡാറ്റ ഉണ്ട് മൊത്തം? 5, 8, 13, 6, 19, 5, 24, 2, 26, 1, 27, 3, 30. നോക്കാം ടോട്ടൽ 30. അപ്പൊ നമ്മളുടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 30 ഒബ്സർവേഷൻസ് ആണ്. 30 ഡാറ്റയാണ് നമ്മുടെ കയ്യിൽ. അപ്പൊ ഈ നമ്മുടെ ടോട്ടൽ ഫ്രീക്വൻസി നമ്മളുടെ ഡാറ്റ സെറ്റിലെ എൻട്രീസുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ലാസ്റ്റ് ഒന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ ഇതാണ് നമ്മളെ ഡാറ്റ കൺസ്ട്രക്ഷന്റെ മെത്തേഡ്. അപ്പൊ ഇനി നമ്മളോടൊരു ചോദ്യം എന്താ, നേരത്തെ ഈ ടേബിൾ നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ടേബിൾ എങ്ങനെ, ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഈ ടേബിൾ നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. ഏകദേശം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരുന്നു. ഈ കൺസ്ട്രക്ഷൻ ഒന്ന് ഫുൾ ആക്കുക. ഓക്കെ, അതായത് റിച്ചസ്റ്റ് ടോപ്പ് 50 റിച്ചസ്റ്റ് പീപ്പിളിന്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, 8 ക്ലാസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നറിയാം, ചെയ്യേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ നമ്പർ ഓഫ് ക്ലാസ് 8 ആണെന്ന് വെക്കുക. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ഫോം ചെയ്യുക. ശരിക്കും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതേ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് കിട്ടുക എന്ന് നമ്മളൊന്ന് ഉറപ്പുവരുത്തുക. ഇനി ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ മിഡ് പോയിന്റ് ഓഫ് എ ക്ലാസ്, ഒരു ക്ലാസിന്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയുന്ന കൺസെപ്റ്റ് ആണ്. ഫസ്റ്റ് ക്ലാസ് പറഞ്ഞ ഇവിടെ 59 to 114 ആണ്. അതിന്റെ മിഡ് പോയിന്റ് പറഞ്ഞാല് 59 plus 114 divided by 2 ആണ്. എത്രയാണ് അത് വരിക? 86.5 ആണ് ഫസ്റ്റ് ക്ലാസിന്റെ മിഡ് പോയിന്റ് വരിക. രണ്ടാമത്തെ ക്ലാസിന്റെ മിഡ് പോയിന്റോ 115 plus 170 whole divided by 2. സെക്കൻഡ് ക്ലാസിന്റെ മിഡ് പോയിന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താല് 142.5 ആണ് വരിക. ഇത് അല്ലെ 115 plus 170 whole divided by 2 ചെയ്താല് നമുക്ക് 142.5 ആണ് കിട്ടുക. പക്ഷെ ഇവിടെ ഒരു സിമ്പിൾ ടെക്നിക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതായത് ഇതിനോട് ക്ലാസ് സൈസ്, ക്ലാസ് വിഡ്ത്ത് നേരിട്ട് ആഡ് ചെയ്താൽ മതി. ഈ ക്ലാസിന്റെ മിഡ് പോയിന്റിനോട്, ഫസ്റ്റ് ക്ലാസിന്റെ മിഡ് പോയിന്റിനോട് നമ്മളുടെ ക്ലാസ് വിഡ്ത്ത് ആഡ് ചെയ്താൽ നമുക്ക് അടുത്ത ക്ലാസിന്റെ മിഡ് പോയിന്റ് കിട്ടും. അപ്പോൾ ഒരു ക്ലാസിന്റെ മിഡ് പോയിന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടുള്ളൂ. ബാക്കിയുള്ള കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ക്ലാസ് സൈസ് അതിനോട്, ക്ലാസ് വിഡ്ത്ത് അതിനോട് ആഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കൺസെപ്റ്റ് ഇതാണ്. മിഡ് പോയിന്റ് പറഞ്ഞാല് ലോവർ ക്ലാസ് ലിമിറ്റ് പ്ലസ് അപ്പർ ക്ലാസ് ലിമിറ്റ് ഡിവൈഡ് ബൈ 2 ആണ് നമ്മൾ എന്താ പറയണത്? ക്ലാസിന്റെ മിഡ് പോയിന്റ് എന്ന് പറയണത്. അടുത്തത് റിലേറ്റീവ് ഫ്രീക്വൻസി. റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാല് ഉദാഹരണമായിട്ട് ഈ BSc ബോട്ടണിയില് ഇപ്പോ 5 കുട്ടികൾക്ക് 90% മുകളിൽ മാർക്ക് കിട്ടിയെന്ന് പറയുന്നു ഒരു എക്സാമിന്. അപ്പോ അത് നമ്മള് ആ ഡാറ്റ മാത്രം കിട്ടുമ്പോൾ ആകെ എത്ര കുട്ടികളാണ് ഉള്ളത് എന്നുള്ളതിനോട് കമ്പയർ ചെയ്യണം. അപ്പൊ നമ്മള് ആ ഫ്രീക്വൻസിനെ ടോട്ടൽ സൈസ് കൊണ്ട് കമ്പയർ ചെയ്ത് പറയുമ്പോ, ഉദാഹരണമായിട്ട് ഇതില് 59നും 114നും ഇടയിലുള്ള ഡാറ്റ 5 എണ്ണാണ്. അത് ടോട്ടൽ ഡാറ്റയുടെ എത്ര വരും എന്നുള്ളതാണ്. That is 5 divided by 30 ആണ് ടോട്ടൽ ഡാറ്റ, ടോട്ടൽ ഫ്രീക്വൻസിയും ഈ ഡാറ്റയുടെ ഫ്രീക്വൻസിയും തമ്മിലുള്ള റേഷ്യോ. That ratio is called the relative frequency. That is relate the frequency of a class with the
ടോട്ടൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അതാണ് F/N. ഓരോ ഫ്രീക്വൻസിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ cumulative frequency of a class is the sum of the frequencies of that class and all previous classes. അപ്പൊ cumulative frequency of the last class എന്തായിരിക്കും? തൊട്ട് മുമ്പത്തെ എല്ലാ ക്ലാസ്സുകളുടെയും സമ്മ് എന്ന് പറയുമ്പോൾ ആ ക്ലാസ്സിന്റെയും ലാസ്റ്റ് ക്ലാസ്സിന്റെയും അതിന്റെ മുകളിലുള്ള മുഴുവൻ ക്ലാസ്സുകളുടെയും സമ്മ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ടോട്ടൽ സാമ്പിളിന്റെ സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ ഫ്രീക്വൻസിന്റെയും സം ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലെ മുഴുവൻ ഡാറ്റയുടെയും എണ്ണമായിരിക്കും. അപ്പൊ നമുക്ക് നമ്മളുടെ മുമ്പിലുള്ള ഡാറ്റ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മളുടെ കയ്യിലുള്ള ഡാറ്റ വെച്ചിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്റെ ഒരു ടേബിൾ നോക്കാം. അപ്പൊ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ക്ലാസ് ഇതാണ് അല്ലെ, ഫ്രീക്വൻസി ക്ലാസ് നമ്മൾ ഉണ്ടാക്കിയ ക്ലാസ്. ഈ ക്ലാസ്സിന് എങ്ങനെ 59 to 114, 5, 115 to 178 അങ്ങനെ നമ്മൾ ഫ്രീക്വൻസി ഉണ്ടാക്കി. ടോട്ടൽ ഫ്രീക്വൻസി 30 ആണ്, റൈറ്റ്? ഇനി ഫസ്റ്റ് ക്ലാസ്സിന്റെ മിഡ് പോയിന്റ് 86.5 ആണ്. എങ്ങനെ കിട്ടി? 59 plus 114 divided by 2 അല്ലെ, റൈറ്റ്? അപ്പോൾ അതിനോട് നമ്മളുടെ ക്ലാസ് വിഡ്ത്ത് എത്രയാണ്? 56 ആണ്. ആ 56 ഇങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അവസാനത്തെ ക്ലാസ്സിന് എത്ര കിട്ടി? 422.5. ഇനി ശരിക്കും 422.5 എന്താണ്? 395 plus 450 divided by 2 ആണ്. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് നമ്മൾ ഈ ഐഡിയ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഇനിയാണ് റിലേറ്റീവ് ഫ്രീക്വൻസി വരുന്നത്. റിലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കാണാം? ഫസ്റ്റ് ക്ലാസ്സിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 5. അതിനെ ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5/30. 5/30 പറഞ്ഞാൽ 1 എത്ര വരിക? 5/30 പറഞ്ഞാൽ 1/6 ആണ് വരിക. 1/6 എന്ന് പറഞ്ഞാല് 0.166 എക്സെട്ര എന്നാണ്. നമ്മൾ അതിനെ റൗണ്ട് ചെയ്തിട്ട് 0.17 എന്ന് എഴുതാം. അപ്പോ അതേപോലെ 8/30 ചെയ്താൽ 0.266 അങ്ങനെ എങ്ങാണ്ട് കിട്ടണം. അതിന് 0.27 എന്ന് റൗണ്ട് ചെയ്ത് എഴുതാം. അങ്ങനെ എന്താ 6/30 പറഞ്ഞാൽ 1/5, 0.2 ആണെങ്കിൽ 0.20 എന്ന് എഴുതാം. ഒരേ ഡിജിറ്റിൽ വേണമെങ്കിൽ എഴുതാം. അങ്ങനെ അതേപോലെ 5/30 ഒന്നുകൂടി 0.17. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഈ ടോട്ടൽ റിലേറ്റീവ് ഫ്രീക്വൻസി ഓൾമോസ്റ്റ് 1 ആയിരിക്കും. 1ന്റെ വളരെ അടുത്തായിരിക്കും. ഓക്കെ, റൈറ്റ്? അപ്പോ ഇനി വാട്ട് ഈസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ്സിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 144 താഴെയുള്ള ഡാറ്റകൾ 5. ഇനി 170ക്ക് താഴെയുള്ള ഡാറ്റകൾ എത്ര വരും? ഈ 8 വരും, ഈ 5 വരും, അങ്ങനെ 13 വരും. 226ന് താഴെ ഈ 6ഉം ഈ തൊട്ടുമ്പ് 8, 5, 13, 6, 19 വരും. അങ്ങനെ ഇതാ ഈ ഒബ്സർവേഷനിലുള്ള അതാ ഇതിന് നേരെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരിക 1 + 2 + 5 + 6 + 8 + 5 ആയിരിക്കും. തൊട്ടുമ്പ് ഉള്ളത് വരെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ആഡ് ചെയ്താൽ ലാസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 30 കിട്ടിയാൽ നമ്മൾ ചെയ്ത് കറക്റ്റ് ആണെന്ന് അർത്ഥം. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസിന്റെ വാല്യൂ തന്നെ ആയിരിക്കണം ലാസ്റ്റ് ക്ലാസ്സിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പൊ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഓക്കെ.